നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വിക്രം പരോളിന് ഇറങ്ങുവാന്നുള്ള കാര്യം മനോഹർ അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് മനസ്സിലായി, ഇവൻ പരോളിന് ഇറങ്ങുന്ന വെറുതെ അല്ല, ഇവൻ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെ ശരിയാകത്തില്ല. പിന്നീട് വിക്രത്തിന്റെ അടുത്തേക്ക് മനോഹർ എന്നു എന്നിട്ട് പറഞ്ഞു, നീ പരോളിന് ഇറങ്ങുന്നൊക്കെ കൊള്ളാം, പക്ഷേങ്കില് ഞാൻ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും നീ ദ്രോഹം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജയിലിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്, ജീവനോടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കണേ? അതെ, ഞാൻ തന്നെയാണോ തീരുമാനിക്കുന്നേ. ഗംഗാപ്രസാദിന്റെ അവസ്ഥ എന്താന്ന് നിനക്കറിയാലോ, അവനെ ഞാനങ്ങ് തീർത്തു കളഞ്ഞു. അതുപോലെ രാഹുൽ ഇപ്പൊ ജീവനോടെ ഇല്ല, പിന്നെ ഇനിയിപ്പൊ നീയാണ് ഇറങ്ങാൻ പോകുന്നേ. നീ ഇറങ്ങി ആർക്കെങ്കിലും എന്തിനും ദ്രോഹം വരുത്തി വെച്ചാൽ പിന്നെ നീ ജീവനോടെ ഭൂമിയിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരെ അവിടെ ഉണ്ടടാ, നിനക്ക് അവരൊക്കെ ശത്രുക്കളായിരിക്കും, പക്ഷെ അവരൊക്കെ എനിക്ക് മിത്രങ്ങളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പഠിപ്പിക്കണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേങ്കില് എന്റെ വാക്ക് കേൾക്കാൻ നീ എന്തേലും ചെയ്തിട്ട് തിരിച്ചു കയറാന്ന് വെറുതെ മോഹിക്കണ്ട. പിന്നെ പുറത്തുള്ള ആരാന്നറിയാലോ, നിന്നേക്കാളി ശക്തരായിട്ടുള്ള ആൾക്കാരാ, അവരെയൊന്നും തൊടാൻ പോലും നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രത്തിന് മനസ്സിലായി, ഇവൻ രണ്ടും കൽപ്പിച്ചാന്നുള്ള കാര്യം. പിന്നീട് വിക്രം പരോളിന് ഇറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ കിരണൊക്കെ അറിയുന്നുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ കല്യാണിയോടും ലക്ഷ്മി അമ്മയോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയം ലക്ഷ്മി അമ്മ പറഞ്ഞു, സൂക്ഷിക്കണം മോനെ, അപകടകാരിയാണ് അവന്, എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ്, ഒരു പക്ഷെ ഇല്ലാതാക്കാൻ പോലും പഠിക്കില്ല എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് എനിക്കൊരു പേടിയില്ല ലക്ഷ്മിയമ്മേ, നമ്മളെന്തിനാ പേടിക്കണേന്ന് ചോദിച്ചു. കല്യാണിയോട് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം, നീ അവന്റെ ശത്രുവാണ്, നീയും കാർത്തിയും ഞാനൊക്കെ ശത്രുക്കളാണ്. അവന് പമ്മിയെ പതുങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിനു മുമ്പ് കാർത്തി ഇല്ലാതാക്കാൻ വന്ന അവൻ അങ്ങനെയാണ്, ഒരു പക്ഷെ ഇത്തവണ അങ്ങനെയാൻ വഴിയുണ്ട്, അവനെ സൂക്ഷിക്കണം, അവനും ഗംഗാപ്രസാദിനെ പോലെ തന്നെ അപകടകാരിയാണ്. ഇതേ സമയത്ത് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നേ. പ്രകാശന് ഈ കാര്യം അറിയാണ്. പ്രകാശം പറഞ്ഞു, മക്കള് വിഷമിക്കൊന്നും വേണ്ട, അവൻ എന്റെ മോനൊക്കെ തന്നെ, പക്ഷെ എന്റെ മക്കളെ എന്തേലും ചെയ്യാനായിട്ട് ഉപദ്രവിക്കാൻ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അവനെ ഞാൻ തീർത്ത് കളയത്തോളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, വേണ്ടച്ച, അച്ഛൻ എന്നാളിലും ഇപ്പൊ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട, അച്ഛന് വയ്യാത്തല്ലേന്ന് പറഞ്ഞു. അച്ഛൻ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ സമയത്ത് ദേഷ്യമാൻ പറഞ്ഞു, മോളെ കല്യാണി, ഇപ്പൊ ഈ വിക്രം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല, നിന്റെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് മോശമാണ്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, പിന്നെ ഞങ്ങളാണേലും നിനക്ക് എപ്പോഴും കൂട്ടിനായിട്ട് ഇവിടെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം ആരോടാന്നറിയാലോ, മോളോടായിരിക്കും, കല്യാണി മോളോടും കാർത്തിക മോളോടും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം, അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല ലക്ഷ്മി, എന്റെ മക്കളെ, എന്റെ പെൺമക്കളൊക്കെ ഒരു പോറല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശൻ ആരാന്ന് അവൻ തിരിച്ചറിയും. സ്വന്തം ചോരയാണെന്ന് ഞാൻ നോക്കത്തൊന്നുമില്ല. പിന്നെ പ്രകാശന് മറ്റൊരു മുഖമായിരിക്കും അവൻ കാണാൻ പോകുന്നത്. പ്രകാശൻ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടൊന്ന് പോവാണ്. ഈ സമയത്ത് കല്യാണിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നി, കാരണം തന്റെ കാര്യത്തിലല്ല, കാർത്തികയുടെ കാര്യത്തില്. വിക്രം ആൾ അപകടകാരിയാണ്, ഇതിനു മുമ്പ് പലവട്ടം അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി തരും എന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്ത് സരിവിന് സന്തോഷമായിരുന്നു വിക്രം പരോളിന് ഇറങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ. അങ്ങനെ വിക്രം പരോളിന് ഇറങ്ങി കഴിഞ്ഞപ്പോ സരിവ് വിക്രത്തെ കാണാൻ ചെല്ലുന്നുണ്ട്. അവൻ സംസാരിക്കുന്ന സമയത്ത് സരിവ് പറഞ്ഞു, എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് കിരണും എല്ലാരും കൂടെ ചേർന്നിട്ടാ. അത് കേട്ടപ്പത്തേനും വിക്രം പറഞ്ഞു, പേടിക്കേണ്ട സരിവ്, പേടിക്കൊന്നും വേണ്ട, കിരണിട്ട് പണി കൊടുക്കാം. ആ കല്യാണിയാണ് എന്റെ നമ്പർ 1 ശത്രു, പിന്നെ കാർത്തിക, രണ്ടിനെ ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ, അതുപോലെ തന്നെ കിരണിട്ട് ഞാൻ പണി കൊടുക്കൂന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സരി പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, അത് വേണ്ട, കിരണിട്ട് മാത്രം പണി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ സരി നീ അങ്ങനെ പറയണേ? അല്ല, അത് പിന്നെ വിക്രം, കിരൺ ഉണ്ടല്ലോ എന്റെ മനസ്സിൽ കയറി കൂടിയോ? അതെ, മനോഹർ പക്ക ഫ്രോഡാന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ കിരണിനെ പ്രണയിച്ചു തുടങ്ങിയത്, എനിക്ക് അവനെ വേണം, കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് അവൻ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണിയുടെ ഒരു മധുര പ്രതികാരം അവള് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിരണിനോടൊപ്പം ജീവിക്കാം. അതുകൊണ്ട് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ തന്നാ മതി, കല്യാണിയെ തീർത്ത് കളയണം, കിരണിനെ എനിക്ക് സ്വന്തമാക്കിയാൽ മതി അവളെന്ന് പറഞ്ഞു. ഒരു ഞെട്ടലോട് കൂടി വേണ്ടിട്ടാണ് വിക്രം സരയുനെ നോക്കുന്നത്. സരയുനോട് ചോദിച്ചു, അല്ല സരയു, നിന്റെ അച്ഛനെ കൊന്നവനല്ലേ അവന്? ആയിക്കോട്ടെ, എന്റെ അച്ഛന്റെ സ്വഭാവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നല്ലോ. എന്റെ അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാവോ? ഞാനും കിരണും തമ്മിൽ ഒന്നാവണം എന്നായിരുന്നു.
അപ്പം ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കിരണും ഞാനും ഒന്നാവണം എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, അത് വേണോന്ന് ചോദിച്ചു. വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കിടന്ന് കഷ്ടപ്പെട്ട, അറിയാവോ? എനിക്ക് അവനെ സ്വന്തമാക്കിയേ മതിയാവുള്ളൂ. ഒടുവിൽ വിക്രം പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടത്ത്. പിന്നെ ഒരു കാര്യം, ഈ കല്യാണിയും കാർത്തി ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സരി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. നിനക്ക് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് ഞാൻ തരാം. നിനക്ക് എന്താ ആവശ്യം വേണമെന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എനിക്ക് കുറച്ച് പണവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇപ്പം ഇവിടെ താമസിക്കാനായിട്ട് ഇവിടെ ഒരു ഷെൽട്ടറും വേണം. പുറത്തിറങ്ങി അങ്ങനെ അധികം നടക്കാൻ പറ്റത്തില്ല, പരോളിന് ഇറങ്ങിയിരിക്കുന്ന. പക്ഷെ എന്നാലും അധികം ആൾക്കാരൊന്നും എന്നെ കാണാൻ പാടില്ല, എനിക്ക് ഒളിവിൽ കഴിയണമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം പതുക്കെ അവരെ തീർക്കാനായിട്ട്. ഇത് കേട്ടിഞ്ഞപ്പോൾ സരി പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു, എനിക്ക് വിട്ടു തന്നേരെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കല്യാണിയെ ആദ്യം നീ തീർക്ക്, നീ പറയുന്ന പണം ഞാൻ നിനക്ക് തരും. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ കാത്തിരുന്ന സരി, അധികം വൈകാൻ നിനക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അവരെ നീ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ എപ്പോഴും കിരണിന്റെ വക പ്രൊട്ടക്ഷൻ കാര്യങ്ങളും കാണുമായിരിക്കും. അതുകൊണ്ട് കല്യാണി പുറത്തു വരണം, പുറത്ത് വെച്ചാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സരി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു, എന്താ വേണ്ടതെന്ന് എനിക്കറിയാന്നൊക്കെ സരി പറയാണ്. പിന്നീട് സരി വീട്ടിലേക്ക് കഴിഞ്ഞപ്പോഴത്തേനും താര സരിയോട് വിക്രത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. വിക്രം പരോളിന് ഇറങ്ങുവാൻ പോകുന്നറിഞ്ഞല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സരി പറഞ്ഞു, ആർക്കറിയാം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അവന് പരോളിന് ഇറങ്ങുമോ ഇറങ്ങാതിരിക്കോ എന്ത് വേണം ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അമ്മയെന്ന് പറഞ്ഞു. താര പറഞ്ഞു, എന്നാലും മോളെ അങ്ങനെയല്ലല്ലോ, ആ വിക്രം ഒരു ദുഷ്ടനാണ്, കല്യാണിയെ കാർത്തിയൊക്കെ ചിലപ്പോൾ ഉപദ്രവിക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി ഒരു ചിരിയോടുകൂടി പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകത്തില്ലേ അമ്മ. എനിക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു തന്നെയാ, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മയുടെ മരുമോന് ഇനി കിരണായിരിക്കും, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞാൻ. അധികം വൈകാതെ ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്യും. ആ കല്യാണി ഇല്ലാതാക്കൂന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അമ്മ ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നെന്ന് പറഞ്ഞു. താരയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനിയിപ്പോ കല്യാണിയെ കൊല്ലാനാണോ അവളുടെ പ്ലാന്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു താരയ്ക്കാണെങ്കിലും അത്. ഈ സമയത്ത് പ്രകാശം ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. അവന് ഒന്നെങ്കിൽ ജയിലിലേക്ക് തിരികെ പോകണം. പക്ഷെ ജയിലിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് അവന് അവന്റെ മേൽ തനിക്ക് എപ്പോഴും നോട്ടം ഉണ്ടായിരിക്കണം. അവൻ എന്താ എങ്ങനെ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. ഈ വീട്ടിലേക്ക് വന്ന് അവൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ കല്യാണി മോളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ആപത്ത് വരുമോ, അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് പുറത്തൊന്നും പോകണ്ടെന്ന് പറയുന്നത് പോലും. എന്നാലും പ്രകാശിനൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് കല്യാണി കിരണും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് കിരൺ കല്യാണിയോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ സഹോദരൻ ഉണ്ടല്ലോ വിക്രം, അവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനറിയാം നേർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലി തോപ്പിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കുതന്ത്രം വഴിയാൻ മെനയുണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അതെനിക്കറിയാൻ കിരണേട്ടാ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയും കണ്ടും വേണം നിൽക്കാനായിട്ട്. അവൻ എപ്പോഴും ഏത് നിമിഷം അങ്ങോട്ട് കയറി വരുന്നെന്ന് പോലും പറയാൻ പറ്റില്ല. അവൻ രാത്രി അവനെ പകലാക്കി മാറ്റുന്ന ഇനമാണ്. ഇതിനു മുമ്പ് പല അനുഭവങ്ങളൊന്നും പഠിച്ചിട്ടുണ്ട്. മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ കയറിയിട്ട് അവിടെ തലക്കടിച്ച് വീഴിച്ച സംഭവങ്ങളൊക്കെ എത്രയെണ്ണം ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു കേസിലല്ലേ അവനും അകത്താവുകയും ചെയ്തെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാ, നമ്മൾ സൂക്ഷിക്കണം. നീ പേടിക്കേണ്ട കല്യാണി, ധൈര്യമായിട്ടിരുന്നു, നിനക്കൊരു പോറൽ പോലും ഇറക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. പക്ഷെ പ്രകാശിന് വിക്രത്തിനോട് പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അവൻ എന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവനോടെ പിന്നെ തിരികെ ജയിലിലേക്ക് പോകത്തില്ല. അവന്റെ കാര്യത്തിൽ താനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് പ്രകാശം കരുതി കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വിക്രത്തിനെ തീർത്ത് കളയ തന്നെ ചെയ്യും. വിക്രത്തിന് നന്നാവാൻ അവസരം കൊടുത്താൽ നന്നായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.